അല്ല, ഒന്ന് കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ 5 പ്രോമിസ് അവർ പാലിച്ചു. അപ്പോൾ കോൺഗ്രസിന് അവിടെ ആ നിലയിൽ ഒരു പ്രോ ഇൻകംബൻസി ഉണ്ടാകും എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ പ്രതീക്ഷ. 2, BJP വെർട്ടിക്കലായി സ്പ്ലിറ്റാണ് അവിടെ. മൂന്നാമത്തേതാണ് ഈ പറയുന്ന JDSന്റെ ബാഗേജ് പ്രജ്വൽ. ഈ 3 ഘടകങ്ങളും യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യേണ്ടതാണ്. 4-ാം തീയതി വർക്ക് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നത്. പക്ഷെ അത് വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ കോൺഗ്രസ് അവിടെ വലിയ രീതിയിൽ തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിൻ്റെ ഒരു പ്രതാപത്തിൽ നിൽക്കുമ്പോൾ, അതിൻ്റെ ഒരു ഊഷ്മളതയിൽ നിൽക്കുമ്പോൾ BJP അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവെന്ന് പറയാൻ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയില്ല. അവിടെ BJP നയിക്കുന്നത് യെഡിയൂരപ്പയുടെ മകനാണ്. അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും യെഡിയൂരപ്പയായിരുന്നു അവിടെ. അവിടെ വിജയം കിട്ടിയ സമയങ്ങളിലെല്ലാം യെഡിയൂരപ്പയുടെ കയ്യിലായിരുന്നു കർണാടക BJP ഉണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തോൽക്കുന്ന സമയത്ത് യെഡിയൂരപ്പയുടെ കയ്യിലല്ല. പക്ഷേ ഇപ്പം എന്താണ്, വിജയേന്ദ്രൻ്റെ കയ്യിൽ, പിന്നെ യെഡിയൂരപ്പയുടെ മകൻ്റെ കയ്യിലാണ് BJP. അപ്പോൾ ഒരു പരിധി വരെ അവിടുത്തെ BJP ലോവർ ലെവലിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്ത് സംവിധാനങ്ങളെ ചലിപ്പിക്കാൻ വേണ്ടി യെഡിയൂരപ്പയ്ക്ക് മകന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം ഇതിൽ തീരുമാനിക്കാം. അവിടെ ഈ വിജയേന്ദ്ര ഇപ്പോൾ അവിടെ VS രാജേഷ് എന്ന് പറയുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി, RSS റിക്രൂട്ട്, അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം നീക്കി. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ പറയുന്ന BJPയെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ്. അതെ, RSSന്റെ ഒരു സംഘടനാ ജനറൽ സെക്രട്ടറിയെ നീക്കുന്നൊന്നും നമ്മൾ സമീപകാല VS രാജേഷ് തന്നെയാണോ പേരെന്ന് എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ ഒരു പേരാണ്. VS രാജേഷ് എന്ന് പറയുന്ന ആളെ നീക്കുന്നു. മാത്രമല്ല അതിന് പ്രധാനമായ കാരണം പറഞ്ഞിട്ടുള്ളത് BJPയെ ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന ഘടകങ്ങൾ കർണാടകത്തിൽ വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളൊക്കെ കണ്ടിട്ടതിനപ്പുറത്തേക്ക് വേറൊരു രാഷ്ട്രീയം സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ക്യാമ്പയിൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മോസ്റ്റ് ഡിസിസീവ് ആയിട്ടുള്ളൊരു കാര്യം, നേരത്തെ MP നികേഷ് കുമാർ പറഞ്ഞതുപോലെ 44 ദിവസമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം നീണ്ടത്. ആദ്യഘട്ടം മുതൽ 7ാം ഘട്ടം വരെ. IPL സീസൺ 61 ദിവസമായിരുന്നു. ഈ IPL ദിവസത്തോടൊപ്പം സമാനമായ രീതിയിൽ മോദിക്ക് എല്ലായിടങ്ങളിലും ഒന്നിലധികം തവണ പ്രചരണം നടത്താനുള്ള സാഹചര്യം കിട്ടിയെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് മോദി വേഴ്സസ് റെസ്റ്റ് എന്ന് തന്നെയായിരുന്നു. മോദിക്ക് വേണ്ടിയാണ് BJP വോട്ട് ചോദിച്ചത്. എല്ലാ സ്ഥാനാർത്ഥികളും പറഞ്ഞത് മോദിയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥികളുടെ എതിരെയുള്ള ആൻറ്റി ഇൻകംബൻസിയെ മറികടക്കാൻ BJP ഉപയോഗിച്ച ടാക്ടിക്സ് ആണ്. അതാണ് ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ച 101ഓളം സ്ഥാനാർത്ഥികളെയാണ് BJP കഴിഞ്ഞ തവണ വിജയിച്ചു വന്ന MP-മാരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയത്. അതിൽ 224 മണ്ഡലങ്ങളിൽ 50%-ലധികം ഭൂരിപക്ഷമുണ്ടായിരുന്നിട്ടും അവിടെയും സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തി BJP. അവിടെ ആൻറ്റി ഇൻകംബൻസിയെ മറികടക്കാൻ വേണ്ടി ഉത്തർപ്രദേശിൽ അവർക്കെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു വികാരം എന്ന് പറയുന്നത് ലോക്കൽ ആൻറ്റി ഇൻകംബൻസി എഗെയിൻസ്റ്റ് MP ആയിരുന്നു. അവിടെ റേഷൻ കടകൾ നന്നായി പ്രവർത്തിക്കുന്നു ഉത്തർപ്രദേശിൽ. അവിടെയുള്ള ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തെക്കുറിച്ച് നാട്ടുകാർക്ക് പരാതിയില്ല. നമ്മളൊക്കെ ഇതിനെ ഈ നിയമവാഴ്ചയുടെ പരാജയം എന്നൊക്കെ പറയുമ്പോഴും അവിടെയുള്ള സ്ത്രീകൾ ഉത്തർപ്രദേശിലെ നിയമവാഴ്ചയുടെ കാര്യത്തിൽ ബുൾഡോസർ രാജിൽ അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ്. ഈ ഫാക്ടറുകളെല്ലാം ഉത്തർപ്രദേശിലും പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നു. ഒപ്പം ഈ നരേന്ദ്രമോദിയുടെ ഇമേജ്, സ്റ്റിൽ നരേന്ദ്രമോദിയുടെ ഇമേജാണ് BJPയുടെ പൊളിറ്റിക്കൽ ക്യാപിറ്റലൈസ്. മോദി ഫലങ്ങൾ വന്നപ്പോഴേക്ക് തന്നെ എക്സിൽ നന്ദി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എല്ലാ വോട്ടർമാർക്കും. ആക്സിസ് ഇന്ത്യയുടെ ഹരിയാന ഫലം വരുമ്പോഴത്തേക്കും 6 മുതൽ 8 സീറ്റ് വരെ ഹരിയാനയിൽ BJP ലഭിക്കും. 2 മുതൽ 4 സീറ്റ് വരെ ലഭിക്കാം കോൺഗ്രസിന്. കഴിഞ്ഞ പ്രാവശ്യം 10 സീറ്റുകളിൽ 10 സീറ്റും BJPക്ക് ആയിരുന്നു. പ്രാവശ്യം 6 മുതൽ 8 സീറ്റ് വരെ BJPക്ക് ലഭിക്കും. ഇത് ചേർന്ന് പോകുന്ന ഇന്ത്യ മുന്നണിയിൽ അവിടെ അവസാന ഘട്ടത്തിലാവുമ്പോഴേക്കും ഇന്ത്യ, അതായത് കോൺഗ്രസ് വിചാരിച്ചിട്ടുള്ളത് 7 സീറ്റുകൾ വരെ കിട്ടാമെന്നുള്ളതാണ്. 10-ൽ 7 സീറ്റുകൾ വരെ കിട്ടാമെന്ന്. പക്ഷെ 2 മുതൽ 4 വരെ സീറ്റുകൾ റിയലിസ്റ്റിക് ആണ്. അത് റിയലിസ്റ്റിക് 6-4 ആണ് ഏറ്റവും റിയലിസ്റ്റിക് ആയ നമ്പറാണ്. 6 സീറ്റ് BJPക്ക്, 4 സീറ്റ് കോൺഗ്രസ്. നോക്കൂ, അതിനകത്ത് നിങ്ങൾ ഒരു പാറ്റേൺ കാണുന്നില്ലേ ഉണ്ണി ബാലകൃഷ്ണൻ? ഹരിയാനയുടെ കാര്യത്തിൽ 4 സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണി നേടിയേക്കാം. രാജസ്ഥാന്റെ കാര്യത്തിലും സമാനമായി 7 സീറ്റുകൾ വരെ നേടിയേക്കാം. മധ്യപ്രദേശ് ഒഴിച്ചു നിർത്തിയാൽ ഗുജറാത്തും ഛത്തീസ്ഗഡും ജാർഖണ്ഡ് 6 സീറ്റുകൾ വരെ നേടിയേക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ പരമ്പരാഗതമായി ഹിന്ദി ഹൃദയഭൂമി മഹാരാഷ്ട്രയിൽ 7 മുതൽ 10 വരെ സീറ്റ്, ബീഹാറിൽ 7 മുതൽ 10 വരെ സീറ്റുകൾ നേടിയേക്കാം. UP മാത്രമാണ് ഇന്നത്തെ മാറി നിൽക്കുന്നത്. UPയും മധ്യപ്രദേശ് UP ആൻഡ് മധ്യപ്രദേശ് സ്റ്റാൻഡ്സ് ഔട്ട്. ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് ഉത്തർപ്രദേശിനെ മധ്യപ്രദേശിനെ മാറ്റി നിർത്തിയാൽ പ്രതിപക്ഷത്തിന് ജീവൻ നൽകാൻ കഴിയുന്ന പ്രാണവായു. നോക്കൂ, ദൈനിക് ഭാസ്കറിന്റെ സർവേ നോക്കൂ. BJP 248 മുതൽ 298 വരെ BJP, കോൺഗ്രസ് 59 മുതൽ 98 വരെ,
തൃണമൂൽ കോൺഗ്രസ് 20 മുതൽ 22 വരെ. റിയലിസ്റ്റിക് കുറച്ചുകൂടി റിയലിസ്റ്റിക് അതെ, 100-നടുത്തേക്ക് വരും എന്നുള്ളതാണ് അവരുടെയും പ്രതീക്ഷ ഉണ്ടായിരുന്നത് കോൺഗ്രസ്. റിയലിസ്റ്റിക് ആണ്, കൂടുതൽ റിയലിസ്റ്റിക് ആണ്. പക്ഷേ ട്രെൻഡ് ഈസ് ഇൻ ഫേവർ ഓഫ് ബിജെപി എന്ന കാര്യത്തിൽ സംശയം. ഒരു കാര്യം എന്ന് പറയുന്നത് യുപിയിൽ രാഹുൽ ഗാന്ധിയുടെ ഭയങ്കരമായ ഒരു ഓളം പ്രതീക്ഷിച്ചിരുന്നു. കോൺഗ്രസ് എക്സിറ്റ് പോളുകൾ തള്ളിയിട്ടുണ്ട്. ജനങ്ങളുടെ എക്സിറ്റ് പോളിൽ ഇന്ത്യ മുന്നണിക്ക് 295-ലധികം സീറ്റുകൾ നേടാൻ. പക്ഷേ 295 എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. അത് കണക്ക് ശരിയല്ല, ഉത്തർപ്രദേശ് കണക്കൊട്ട് ശരിയല്ല. ഉത്തർപ്രദേശിലാണ് അതാണ്. ഒരു സെക്കൻഡ് സാർ, ഉത്തർപ്രദേശിലൊന്നും വലിയ മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ ഇന്ത്യ ബ്ലോക്കിന് യാതൊരു സാധ്യത. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞതാണ്. ഉത്തർപ്രദേശാണ് ഇന്ത്യ മുന്നണി വളരെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന സ്ഥലം. അവിടെ രാഹുൽ ഗാന്ധി അമേഠിയെ മാറുന്നു, റായ്ബറേലിയിലേക്ക് വരുന്നു, അവിടെ കാടിളക്കി പ്രചരണം നടത്തുന്നു. വലിയ ഈ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ വലിയ രീതിയിൽ പ്രചരണം ഉണ്ടായ സ്ഥലമാണ് ഉത്തർപ്രദേശ്. പക്ഷേ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പൊ എല്ലാവരും. പക്ഷേ എൻഡിഎക്ക് 60, 69, 74 വരെ ഇത്രയേ ഉള്ളൂ. ആരാണ് യുപിയില്.